ഏജന്റുമാരെല്ലാം ചൂടിച്ചാണ് RT ഓഫീസിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഏജന്റ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് നേറിയിരിക്കുന്ന കണ്ടാൽ ഏജന്റിനെ ഒന്നും ചെയ്യത്തില്ല, ഉദ്യോഗസ്ഥനെ അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ക്യാമറ അങ്ങ് തിരുവനന്തപുരത്ത് ഇരിപ്പുണ്ട്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസ്. ഇവിടെ ഒരു വീഡിയോ കണ്ടു, മലപ്പുറത്ത് കണ്ട ഒരു ഓഫീസിൽ ഓഫീസറുടെ മേശപ്പുറത്ത് ഒരാൾ ചാരി നിന്നുകൊണ്ട് ഫയൽ എടുത്ത് പരിശോധിക്കണം. ഇനി മേലിൽ ഒരു ഏജന്റും കൗണ്ടറിനകത്തേക്ക് കയറ്റാൻ പാടില്ല. കയറ്റിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഏജന്റിനെ ഒന്നും ചെയ്യത്തില്ല, പക്ഷെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ പുറത്താക്കും. മലപ്പുറത്ത് നടക്കുന്ന എന്താണ്, നമ്മളെ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് അടയ്ക്കാത്ത നികുതി, ജനങ്ങൾ അടച്ച നികുതി മാറ്റിയിട്ട് നികുതി അടയ്ക്കാത്തവന് നികുതി അടച്ചു എന്ന് രസീത് എഴുതി കൊടുത്തുകൊണ്ട് സർക്കാരിന് കോടികൾ നഷ്ടപ്പെട്ടു. 4 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. ഒരു ഓഫീസ്, തിരൂർ ഓഫീസിൽ ഇരിക്കുന്ന മുഴുവൻ സ്റ്റാഫിനെയും അടിപടലെ മാറ്റി. ഇതൊരു പ്രധാന വാർത്തയാണ്, നിങ്ങളാരും അറിയുന്നില്ല. കോടിക്കണക്കിന് രൂപ സർക്കാരിന് കിട്ടേണ്ട പൈസ കിട്ടാതെ കിട്ടി എന്ന് രസീത് കൊടുത്തിരിക്കുകയാണ്. എന്തൊരു ചതിയാണ്. KSRTC മാത്രം മന്ത്രിയല്ല ട്രാൻസ്പോർട്ട് മന്ത്രി, പ്രൈവറ്റ് ബസ്സുകളിലെയും മന്ത്രിയാണ്. കേരളത്തിൽ കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ വേണം. 2001 ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ 32,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. 2001, 2002 കാലഘട്ടം. 2006 ആവുമ്പോഴേക്കും ഇത് 38,000 40,000 അടുത്തേക്ക് വന്നു പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം. ഇന്ന് അത് 7,000 താഴെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എവിടെ വന്നു വാങ്ങിക്കണം, എത്ര പേർക്ക് തൊഴിൽ പോയി, എത്ര ലിറ്റർ ഡീസൽ അടിക്കുന്നത് നമ്മുടെ അതിന്റെ നികുതി നമ്മുടെ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടു, എത്ര റോഡ് ടാക്സ് നമുക്ക് നഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതെല്ലാം നഷ്ടപ്പെട്ടു നമുക്ക്. എന്തുകൊണ്ട് വന്നു? 2 കാരണങ്ങളേ ഉള്ളൂ. പ്രൈവറ്റ് ബസ്സുകാരും തമ്മിലുള്ള മത്സരം. പ്രൈവറ്റ് ബസ്സുകാരന്റെ തലയ്ക്കൽ KSRTC ഓടി, മത്സരിച്ചോടി. KSRTCയും തുലഞ്ഞു, പ്രൈവറ്റ് ബസ്സും തുലഞ്ഞു. രണ്ടും തുലഞ്ഞില്ലേ? സത്യമല്ലേ പറഞ്ഞ? ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കും. മുമ്പിലും പുറകിലുമായിട്ട് ഒരു പ്രൈവറ്റ് വാഹനം പുറകെ പോകുന്നു, KSRTC മുമ്പിൽ കയറുന്നു, പുറകെ കയറുന്നു. ഈ മത്സരങ്ങൾ ഒരു വാശിയോടെ മത്സരിച്ച് എല്ലാവരും തോറ്റു. ആ യുദ്ധത്തിൽ, ആ പരീക്ഷയിൽ എല്ലാവരും തോറ്റു. ഈ വാശിയുള്ള മത്സരത്തിൽ ഒരു വശം KSRTC ദീർഘദൂര സർവീസുകൾ അടക്കം നാഷണലൈസ് റൂട്ടുകളിൽ KSRTCയുടെ CIT യൂണിയൻ അനേക വർഷം കേസ് കൊടുത്തിട്ടാണ് കോട്ടയം കുമളി റൂട്ട് നമുക്ക് കിട്ടിയത്. KSRTC ജീവനക്കാർ നോക്കൂ, അവിടെ പ്രൈവറ്റ് ബസ് എല്ലാം മാറി. KSRTC ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ അതുമില്ല. വേറെ ആരാണ്ടൊക്കെ ഏതാണ്ട് ഒരു ടാക്സും അടയ്ക്കാത്ത വണ്ടികളുമായിട്ട് വന്ന് കൂടെയാണ്. ഇത് അനുവദനീയമല്ല. ഞാൻ വന്നതിന് ശേഷം തന്നെ 8 വണ്ടികൾ ഞാൻ കോട്ടയം കുമളി റൂട്ടിലേക്ക് വിട്ടു. കാരണം എന്താ, നമ്മൾ നാഷണലൈസ് റൂട്ടാണ്, നമ്മൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മൾ പ്രൈവറ്റുകാരിൽ നിന്ന് KSRTC വേണ്ടി പിടിച്ച് CITന്റെ യൂണിയൻ അനേക വർഷം സുപ്രീം കോടതിയിൽ വരെ കേസ് പറഞ്ഞ് സർക്കാരും ചേർന്ന് കേസ് പറഞ്ഞ് പിടിച്ചെടുത്ത ഈ റോഡ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ആ റൂട്ട് കോട്ടയം കുമളി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ബസ് കൂടട്ടെ. ഞാൻ പുതിയൊരാശയം, ഭരണഘടന നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലുള്ള ഒരു ആശയം 2001 ഞാൻ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ രാജിവെച്ചു. പക്ഷെ ഇപ്പൊ തിരിച്ചു വന്നപ്പോൾ ഞാൻ ആദ്യം മുഖ്യമന്ത്രി എടുത്ത് പറഞ്ഞ ഒരാശയമാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും പൊതുഗതാഗതം കൊണ്ടുവരുന്നതിന് ഒരു സംവിധാനം. മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയനുസരിച്ച് സംസ്ഥാന സർക്കാരിന് റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചാണ് തിരുവനന്തപുരം സിറ്റിയിൽ പ്രൈവറ്റ് ബസ് കൊടുത്തത്. 102 ബസ് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ചുരുക്കിയാണ് പ്രൈവറ്റ് ബസ്. 2 ബസ് കോടതിയിൽ നിന്ന് കൊടുത്താണ്. അത് അന്ന് കിട്ടിയതാണ്. 100 ബസ് എന്നാണ് സർക്കാർ. പക്ഷെ ആ നോട്ടിഫൈ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത്, ഒരു റോഡ് കളക്ഷനുള്ള സ്ഥലത്ത് വന്ന് വണ്ടി നിർത്തിയിട്ട് പ്രൈവറ്റ് ബസ്സുകാർക്ക് പോകാൻ പറ്റില്ല. ഒരു പ്രദേശത്തേക്ക് ആദിവാസികൾ താമസിക്കുന്ന ഒരു മേഖലയിലേക്ക് ഈ വണ്ടി പോയി അവസാനിക്കണമെന്ന് റൂട്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് വണ്ടി കൊടുത്തപ്പോൾ ശംഖുമുഖത്ത് നിന്ന് പുറപ്പെട്ട് കിഴക്കേക്കോട്ട വന്ന് പേരൂർക്കടയിൽ വന്ന് ഇന്ദിരാനഗറിൽ പോകണം വണ്ടി. അടുത്ത വണ്ടി AKG നഗറിൽ പോകണമെന്നാണ് പെർമിറ്റ്. അത് പേരൂർക്കടയിൽ എത്തുമ്പോൾ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജനങ്ങൾ ബോധവാന്മാരായി, റെസിഡൻസ് അസോസിയേഷൻകാർ ബോധവാന്മാരായി, വണ്ടി വന്നേ പറ്റുമെന്നായി. ഒരു 20-25 കിലോമീറ്റർ വരുന്ന പുതിയ റൂട്ടുകൾ കണ്ടെത്തുകയാണ്. നാഷണലൈസ് അല്ലാത്ത റൂട്ടുകൾ കണ്ടെത്തി, പ്രൈവറ്റ് ബസ്സും ഇല്ല, KSRTC ഇല്ലാത്ത റൂട്ടുകൾ ചേർത്ത് ഒരു ലിസ്റ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ റൂട്ട് ഫൈനലൈസ് ചെയ്യുന്നത് MLA അധ്യക്ഷതയിൽ MP-യും മറ്റ് ജനപ്രതിനിധികളും കൂടി ഇരുന്ന് സാമൂഹ്യ പ്രവർത്തകർ, സമൂഹത്തിലെ ഇപ്പൊ ട്രാൻസ്പോർട്ടിന് പൊതുഗതാഗതത്തോട് താല്പര്യമുള്ളവർ, ഇവരെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇത് ഫൈനലൈസ് ചെയ്യും. പക്ഷെ ഫൈനലൈസ് ചെയ്യുമ്പോൾ ഈ ഉടമസ്ഥനായി എടുക്കുന്ന ആളിന് ദാരിദ്ര്യം വരരുത്.